എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫിലിം കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലേക്ക് ചരിഞ്ഞ തോളുമായി വന്ന് വിസ്മയം തീർത്ത, ഇപ്പോഴും തീർത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ തുടരുമെന്ന സിനിമാ വിശേഷമാണ് ഇന്നത്തെ ഫിലിം കഫേയിൽ. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? ആ താടി തൊട്ട കൈ ഞാൻ വെട്ടു. അണ്ണ ഇങ്ങനെ താടിയും വളർത്തി അയ്യോ പാവം കളിച്ചു നടാ. ആർക്കടാ പ്രശ്ന? എന്താണ്? എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. നീ കാറിന് വേണ്ടിട്ട് ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കിടന്ന് വട്ടം കറങ്ങും. എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം? തരൂല സാർ, എന്റെ കാർ കിട്ടൂല. കിളി പോവും. അന്ത ആൾക്ക് കാറ് കയ്യിലെ കെട്ടിയാ കിളി പോവും. മഴ നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. ഷൺമുഖൻ എന്ന കുടുംബനാഥനായ ടാക്സി ഡ്രൈവറായിട്ടാണ് ലാലേട്ടൻ വേഷമിട്ടിരിക്കുന്നത്. ലാലേട്ടനൊപ്പം വർഷങ്ങൾക്ക് ശേഷം ശോഭനയും ഒരു പ്രധാന കഥാപാത്രമായി വേഷമിടുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. മലയാളി മനസ്സുകളിൽ നസീർ ഷീല കൂട്ടുകെട്ടിന് ശേഷം ഏറ്റവും കൂടുതൽ പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ച താരജോഡികളാണ് ശോഭനയും മോഹൻലാലും. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടും. ആ താടി അവിടെ ഇരുന്ന ആർക്കാ പ്രശ്നം? വെട്ടണമെങ്കിൽ ഞാൻ പറയാം. ആർക്കടാ പ്രശ്നം? പെട്ടെന്നില്ല. തരുൺ മൂർത്തി എന്ന ഫാൻ ബോയ് സംവിധായകൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും ഫലം കണ്ടു എന്നത് തുടരുമെന്ന സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. കഥ എഴുതിയിരിക്കുന്നത് VR സുനിലാണ്. ഏതൊരു സിനിമയുടെയും അടിത്തറ അതിൻ്റെ കഥയാണ് എന്നത് തുടരും സിനിമ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സുനിലിനോടൊപ്പം തരുൺ മൂർത്തിയും കൂടി ചേർന്നാണ് തിരക്കഥ പൂർത്തിയാക്കിയിരിക്കുന്നത്. മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറിനെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ സിനിമ, അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമ, അതിന് ലാലേട്ടൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഒരു ലാലേട്ടൻ ഫാൻസ് എങ്ങനെ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നോ അതിനൊരു വിട്ടുവീഴ്ചയും വരുത്താതെയാണ് തരുൺ മൂർത്തി അദ്ദേഹത്തെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. മുണ്ടും മടക്കിക്കുത്തി തോളും ചരിച്ചു വന്ന ലാലേട്ടനെ മലയാളികൾ ഒരിക്കലും കൈവിട്ടിട്ടില്ല. എന്നാലോ മോഹൻലാലിനോളം സൈബർ അറ്റാക്ക് നേരിടുന്ന മറ്റൊരു നടനും മലയാളത്തിലില്ലതാനും. ഒരു പടം പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന് കിട്ടുന്നത്ര ട്രോളുകൾ മറ്റൊരു നടനും ലഭിക്കാറില്ല. എന്നാൽ മലയാള സിനിമയെ പാൻ ഇന്ത്യൻ സിനിമയാക്കി ഉയർത്തിയതും ആ ചരിഞ്ഞ തോളുകൾ തന്നെ. ഇൻഡസ്ട്രിയിലെ 50 കോടിയും 100 കോടിയുമൊക്കെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഭദ്രമാണ്. ഓരോ മലയാളിയുടെയും സന്തോഷത്തിലും ദുഃഖത്തിലും പ്രണയത്തിലും മോഹൻലാൽ എന്ന നടൻ്റെ പങ്ക് വളരെ വലുതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് പ്രകാശ് വർമ്മ എന്ന പുതുമുഖ താരത്തിൻ്റെ അഭിനയ പാടവമാണ്. എന്തൊരു ഭംഗിയായിട്ടാണ് അദ്ദേഹം വില്ലൻ വേഷം ചെയ്തു വെച്ചിരിക്കുന്നത്.
പുതുമുഖ നടനാണെങ്കിലും 25 വർഷമായിട്ട് അദ്ദേഹം പരസ്യ സംവിധാന മേഖലയിൽ സജീവമാണ് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. നമ്മൾ കണ്ട് അമ്പരന്നിട്ടുള്ള പല പരസ്യങ്ങളുടെയും സൃഷ്ടാവ് അദ്ദേഹമാണ് എന്നത് അദ്ദേഹത്തെ സ്ക്രീനിൽ കണ്ടപ്പോൾ കൗതുകമായി തോന്നിയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് പ്രിയപ്പെട്ട നടനും കുതിരവട്ടം പപ്പുവിൻ്റെ മകനുമായ ബിനു പപ്പു അഭിനയിച്ച പോലീസ് വേഷം. അച്ഛനെ പോലെ മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനം നേടിയെടുക്കാൻ ബിനു പപ്പുവിന് കഴിയുമെന്നുള്ളത് അദ്ദേഹം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം തരൂല സാറേ, എന്റെ കാർ കിട്ടൂല. എന്നടാ പണി വെച്ചിരിക്കേ എന്ന് ചോദിച്ചു പോകുന്ന തരത്തിലാണ് ജെയ്ക്സ് ബിജോയ് ഇതിൻ്റെ മ്യൂസിക് ഒരുക്കി വെച്ചിരിക്കുന്നത്. പടത്തിനെ അത്രയേറെ സ്വാധീനിക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തല സംഗീതം. അതിന് ജെയ്ക്സ് ബിജോയ് കയ്യടി അറിയിക്കുന്നുണ്ട്. എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ്, എന്റെ കിനാവാണ്, എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ, പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ, ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ, കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്, അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുവായി, പകലിലെ വഴികളിൽ വെയിലു പോലനയുവാൻ. തരുൺ മൂർത്തിക്ക് മറ്റൊരു വെല്ലുവിളിയായിരുന്നു ഇതിൻ്റെ എഡിറ്റർ നിഷാദ് യൂസഫിൻ്റെ പെട്ടെന്നുള്ള മരണം. തരുൺ മൂർത്തിയുടെ മറ്റു 2 പടങ്ങളായ ഓപ്പറേഷൻ ജാവയും സൗദി വെള്ളക്കയും എഡിറ്റ് ചെയ്തത് നിഷാദായിരുന്നു. അങ്ങനെയാണ് തുടരും സിനിമയുടെ സ്പോട്ട് എഡിറ്ററായി വന്ന ഷഫീഖ് എന്ന പയ്യനെ കൊണ്ട് ഈ പടം മുഴുവൻ എഡിറ്റ് ചെയ്യിക്കാമെന്ന് തരുൺ തീരുമാനമെടുക്കുന്നത്. അത് ഷഫീഖ് വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചു എന്ന് പറയാം. പിന്നെ ഏറ്റവും മനോഹരമായ ഫ്രെയിമുകൾ നമുക്ക് സമ്മാനിച്ചത് ലാലേട്ടൻ്റെ തന്നെ പുലിമുരുകൻ ഉൾപ്പെടെ ഒട്ടനവധി സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ച ഷാജി കുമാറാണ്. ഈ അവധിക്കാലവും ലാലേട്ടൻ വന്ന് തൂക്കിയെറിഞ്ഞിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. എന്തു തന്നെയായാലും ആരൊക്കെ തള്ളി പറഞ്ഞാലും ഇവിടെ മലയാള സിനിമയിൽ മോഹൻലാൽ തുടരും. വാടാ.